കളമശ്ശേരിയിലെ വാതക ടാങ്കർ അപകടത്തിൽ അന്വേഷണത്തിനൊരുങ്ങി BPCL. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് യൂണിറ്റ് സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കും. 20 ടൺ വാതകം റോഡിലൂടെ കൊണ്ടുപോകുമ്പോൾ വേണ്ട നടപടികൾ പാലിച്ചോ എന്നും പരിശോധിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഹാൻസ് ജോൺ ചേർന്നു. ഹാൻസ്, വിവരങ്ങൾ എന്ത്? ലക്ഷ്മി പത്മ, ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിലാണ് ഇപ്പോൾ BPCL അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി BPCLിൽ നിന്നും 20 ടൺ പ്രൊപ്പിലിൻ വാതകവുമായി വന്ന ടാങ്കർ ലോറി TVS കവലയിൽ വെച്ച അപകടത്തിൽപ്പെട്ടിരുന്നു. ടാങ്കർ ലോറി മറിയുന്നതടക്കം സംഭവങ്ങളുണ്ടായി. ഇതിനോടൊപ്പം തന്നെ വാതക ചോർച്ചയും ടാങ്കറിൽ നിന്നുണ്ടായി. പിന്നീട് BPCL സംഘവും ഫയർഫോഴ്സും പോലീസും എത്തിയാണ് അപകട സാഹചര്യം ഒഴിവാക്കിയത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ BPCL അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. BPCLിന്റെ തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വിഭാഗം സംഭവത്തിൽ അന്വേഷണം നടത്തും. ഏതെങ്കിലും രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് പലതവണയായി ഇതേ ഭാഗത്തുകൂടി തന്നെ ഇത്തരത്തിലുള്ള വാതകങ്ങൾ അതേ ഡ്രൈവർ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സമയത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ നിലവിൽ വാതക ചോർച്ച ഒഴിവാക്കി വാഹനം കളമശ്ശേരിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രക്രിയകൾ പുരോഗമിക്കുകയാണ്. വാഹനം ഇരുമ്പനത്തേക്ക് എത്തിക്കുന്നതിനുള്ള പുതിയ ലോറി ക്യാബിൻ ഇരുമ്പനത്തെ BPCL ഓഫീസിൽ നിന്നും കളമശ്ശേരി TVS കവലയിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും നിലവിലെ ടാങ്കർ ഇരുമ്പനത്ത് എത്തിക്കും. അവിടെയുള്ള പിന്നീടുള്ള സുരക്ഷാ പരിശോധനകൾക്ക് ശേഷവും വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും ഇത് ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുക. കാരണം ഇരുമ്പനത്തെ BPCL ഓഫീസിൽ നിന്നും ഇത് ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചായിരുന്നു കളമശ്ശേരിയിൽ വെച്ച് അപകടമുണ്ടായത്. എന്നിരുന്നാലും നിലവിൽ സാഹചര്യങ്ങൾ അണ്ടർ കൺട്രോൾ ആണെന്നാണ് അധികൃതർ നമുക്ക് നൽകുന്ന വിവരം. ലക്ഷ്മി, കളമശ്ശേരി ടാങ്കർ ലോറി അപകടത്തിൽ BPCL അന്വേഷണം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ് ജോൺ കൊച്ചിയിൽ നിന്ന്.